ശ്രീകുമാർ, അങ്ങ് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. അതായത് ഞങ്ങൾ സംരക്ഷിക്കില്ല കുറ്റവാളികളെ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരെ എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം നടപടി വൈകുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു വശം നേരത്തെ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞു. എന്തുകൊണ്ടാവും CPM നടപടി വൈകുന്നത്? നോക്കൂ കൃഷ്ണരാജേ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതായത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക്, ഗ്രാമ, ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോവുക. ഈ തിരഞ്ഞെടുപ്പിൽ ജനം ചർച്ച ചെയ്യുന്ന 2-3 വിഷയങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ അയ്യപ്പൻ്റെ സ്വർണം കവർ ചെയ്ത കേസാണ്. ആ കവർച്ച കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ CPM ആണ്. ഇവിടെ ശ്രീ ഹക്സർ വളരെ ഇതായിട്ട് പറഞ്ഞല്ലോ, അമിതാവേശം കോടതി കാണിക്കുന്നെന്ന്. കോടതി അമിതാവേശം കാണിക്കുകയോ ആവേശം കാണിക്കുകയോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു അന്വേഷണ സംഘത്തെ കോടതി നിയോഗിച്ചു. അത് ഞങ്ങളുടെ അന്വേഷണ സംഘമാണെന്ന് CPM അല്ലേ പറഞ്ഞേ ശ്രീ ഹക്സർ? ഞങ്ങളുടെ അന്വേഷണ സംഘം, ഞങ്ങളുടെ പോലീസ് എന്ന് പറഞ്ഞില്ലേ? കൃത്യമായ അന്വേഷണം നടക്കുന്നു പറഞ്ഞില്ലേ? കൃത്യമായി അന്വേഷിച്ചു. അതിൽ ആവേശം കാണിച്ചത് അപ്പോൾ ആരാ? പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇപ്പോൾ എന്താ ആവേശം ചോർന്നത്? അതിൻ്റെ കാരണം പാർട്ടി നേതാക്കൾ അറസ്റ്റിലായി, ജയിലിലായതുകൊണ്ടാണ്. അപ്പോൾ അന്ന് ആലോചിച്ചില്ല ഇതിങ്ങനെ എത്തുമെന്നുള്ളത്. ഈ ഉദ്യോഗസ്ഥന്മാരെ ചതിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഉദ്യോഗസ്ഥന്മാരെന്ത് ചെയ്തു? ഞങ്ങൾ ചെയ്തു, പക്ഷേ ഞങ്ങൾ ചെയ്ത് ഇന്നയാൾ പറഞ്ഞിട്ടാണ്. ഇന്നയാൾ പറഞ്ഞിട്ടേന്ന് പറയുമ്പോൾ ആ ആളാരാണ്? ദേവസ്വം ഭരിച്ചത്. അതുകൊണ്ടല്ലേ 8ാം പ്രതിയാക്കിയത്. ഞാനെന്തായാലും വക്കീലല്ല, ഇവിടെ ഇരിക്കുന്ന 2 പേരും വക്കീലന്മാരാണ്. പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന അറിവ് വെച്ചുകൊണ്ട് എന്താണ്, 8ാം സ്ഥാനത്ത് പ്രതിയായല്ലോ CPM. ആ CPM പ്രതിയായപ്പോൾ അവരപ്പോഴും പറഞ്ഞു, ഉപ്പ് തിന്നോ വെള്ളം കുടിക്കുന്നല്ലേ പറഞ്ഞത്. അപ്പോഴും അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞു. അന്വേഷണം നടത്തി. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ CPM-ൻ്റെ 2 നേതാക്കൾ ജയിലിൽ പോയി. അതിൽ ശ്രീ വാസു സ്വർണത്തിൻ്റെ ഭാഗം ചെമ്പെന്ന് എഴുതി എന്നുള്ളത് അത് വീഴ്ചയാണോ ശ്രീ അക്സറെ? ചെമ്പെന്നല്ലേ എഴുതിയെന്നല്ലേ കോടതിയുടെ പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത്? നമ്മളിതൊന്നും കണ്ടിട്ടില്ല. സ്വർണ്ണമല്ല ചെമ്പാണ് എന്ന് എഴുതി എന്നുള്ളതല്ലേ കുറ്റം. അപ്പോൾ അങ്ങനെ എഴുതി എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അതിലേക്ക് പോകുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. നമുക്കാർക്കും ഇതിൽ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹമില്ല. ഇതൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന റിപ്പോർട്ട് പത്രങ്ങൾ വരുന്നതൊക്കെയാണ്. അതുപോലെ ദേവസ്വത്തിൻ്റെ മിനിറ്റ്സിൽ എഴുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നതാണ് നമ്മളറിയുന്നത്. ഇതെല്ലാം തെറ്റോ ശരിയോ ഒക്കെ എന്നുള്ളത് കോടതിയെ തീരുമാനിക്കുക. അപ്പോൾ അതിനുശേഷം പിന്നെ മുകളിലേക്കല്ലേ വന്നത്, താഴേക്കല്ലല്ലോ പോയത്, കീഴുദ്യോഗസ്ഥന്മാരിലേക്കല്ലല്ലോ പോയത്. ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ അത് മുകളിലേക്കാണ് വന്നത്. മുകളിലേക്ക് വന്നപ്പോൾ ആരാ അറസ്റ്റിലായത്? CPM-ൻ്റെ മറ്റൊരു നേതാവായ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിലായി. അപ്പോൾ പത്മകുമാർ അറസ്റ്റിലായ ഘട്ടത്തിലും പാർട്ടിയോട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു, CPM-ൻ്റെ നേതാവിനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് പാർട്ടിക്ക് ഉത്തരമില്ല. അപ്പോൾ പാർട്ടി എന്താ പറഞ്ഞത്? കുറ്റം ആരോപിക്കപ്പെട്ട ആളല്ലേ, കുറ്റം ആരോപിക്കപ്പെട്ട ആളാണോ ജയിലിൽ പോയത് എന്തുകൊണ്ടാണ് എന്നൊരു മറുചോദ്യമില്ലേ? അവിടെ ജയിലിൽ പോയത് എന്തുകൊണ്ട് എന്നൊരു മറുചോദ്യമുണ്ട്. അങ്ങനെ ജയിലിൽ പോയ ആൾ മറുചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എന്താ പറയേണ്ടത്? ശബരിമല സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റിലായത്, അതുമായി ബന്ധപ്പെട്ടാണ് ജയിലിൽ പോയത് എന്ന് പാർട്ടി വിശദീകരിക്കണ്ടേ? അതെന്താ പാർട്ടിക്ക് വിശദീകരിക്കാൻ പറ്റാത്തത്? അപ്പോൾ പാർട്ടി വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് നടപടി എടുക്കേണ്ടതും എടുക്കാതിരിക്കുന്നതും CPM-ൻ്റെ ആഭ്യന്തര കാര്യമാണെന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. സാധാരണ അങ്ങനെയൊക്കെ പറയേണ്ടത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം അല്ലിത്. ഇത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം. ജനങ്ങൾക്ക് മുമ്പിൽ ആ പാർട്ടി പറഞ്ഞ കാര്യമുണ്ട്. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് 2016 അധികാരം ഏറ്റെടുത്ത പാർട്ടി 2025 10 വർഷം തേക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ശബരിമലയും കൊള്ളയടിച്ചു. അതല്ലേ സംഭവം? അതാണ് ശ്രീ ഹക്സറിയുടെ ചർച്ചാ വിഷയം. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ UDF ഉന്നയിക്കുന്ന, BJP ഉന്നയിക്കുന്ന, ഇടതുമുന്നണിയുടെ വിമർശകർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം എന്താ വെച്ചാൽ ഈ സ്വർണം, ശബരിമലയിലെ സ്വർണം എങ്ങനെയാണ് CPM-മായി ബന്ധപ്പെട്ടു വന്നത്, CPM എങ്ങനെയാണ് ഇതിൽ പ്രതിസ്ഥാനത്ത് വരുന്നത്? ഇതൊക്കെ ചോദ്യങ്ങളല്ലേ? അതിന് നിങ്ങൾ ഉത്തരം പറയണ്ടേ? അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനാണെന്നൊരു ചോദ്യം ഉയർന്നില്ലേ? എന്തിനാണ് അയ്യപ്പ സംഗമം നടത്തിയത്? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്, ഈശ്വരയിൽ വലിയ വിശ്വാസമില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പാർട്ടികളാണ്, വിശ്വാസവും അന്ധവിശ്വാസവും എല്ലാം ഉൾക്കൊള്ളുന്നൊരു പാർട്ടിയാണ്. അന്ധവിശ്വാസത്തിനെതിരായ ബില്ല് നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവരാത്ത പാർട്ടിയാണ്. അപ്പോൾ അന്ധവിശ്വാസത്തിലെ ചില വോട്ടുകളും വേണം അവർക്ക്.
അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഇപ്പോൾ ഒരു പൊതുനയമില്ലെന്ന് പറയാൻ കാരണം ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറുടെ കാര്യമാണ്, സെക്രട്ടേറിയറ്റ് മെമ്പറൊന്നും അല്ലല്ലോ, പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലല്ലോ, ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ, അതും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പാർട്ടി എടുത്തില്ല എന്ന് പരിഭവം പറഞ്ഞ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറാണ് പത്മകുമാർ. ആ പത്മകുമാറിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറെ പത്മകുമാറിൻ്റെ നടപടി എടുക്കാൻ ധൈര്യമില്ല. നേരെ മറിച്ച് മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരനെ, മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരനെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ജി സുധാകരനെ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജി സുധാകരനെ എന്ത് പെട്ടെന്നാണ് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് മാറ്റിയത്? അതെന്തിനാ? അപ്പോൾ അവിടെ പറ്റൂല്ലേ, ഇപ്പുറത്ത് പറ്റില്ല. ഇതൊക്കെയാണ് പാർട്ടിക്ക് വരുന്നത്. പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? ശ്രീഹക് സർ അദ്ദേഹം RSS നേതാവുമായിട്ട് ചർച്ച നടത്തി, BJPയുടെ നേതാവുമായിട്ട് ചർച്ച നടത്തി എന്ന് പറഞ്ഞിട്ടല്ലേ അദ്ദേഹത്തെ മാറ്റിയത്. അപ്പോൾ അവിടെ ഇ.പി. ജയരാജൻ സെക്രട്ടേറിയറ്റ് അംഗമല്ലേ, കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ, എന്തിനാ മാറ്റിയത്? അപ്പോൾ അവിടെ പാർട്ടിക്ക് മാറ്റാൻ പറ്റും. ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറായ പത്മകുമാറിനെ പാർട്ടിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ വരാം. നോക്കൂ, ഈ ശബരിമലയിലേക്ക് ലക്ഷങ്ങളാണ് ഓരോ മണ്ഡലകാലത്തും ഒഴുകിയെത്തുന്നത്. ക്യൂ നിന്ന് നടപ്പന്തലിൽ മണിക്കൂറുകൾ കാത്തുനിന്ന് പിന്നീട് ഫ്ലൈ ഓവർ വഴി തിരിച്ചിറങ്ങി ആ സന്നിധാനത്ത് അയ്യൻ്റെ തിരുനടയിലെത്തുമ്പോൾ കൈകളിങ്ങനെ നെഞ്ചത്തേക്ക് വച്ച് അയ്യനെ കാണാനുള്ള ധൃതിയാണ്, കാത്തിരിപ്പിൻ്റെ സഫലീകരണത്തിൻ്റെ നിമിഷമാണ്. അപ്പോൾ അയ്യന് നടയിലെത്തി 1, 2, 3 സെക്കൻഡുകൾ അവിടെ നിൽക്കുമ്പോൾ ഉള്ളു നിറയും ഓരോ ഭക്തനും, കണ്ണു നനയും. നോക്കൂ, അതേ ക്ഷേത്ര പരിസരത്താണ് ഈ കൊള്ള മുഴുവൻ നടത്തിയത്. അത് CPM-കാർക്ക് കഴിയും. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന ഉള്ളിലിരിപ്പ് കൊണ്ട്.